ഇനി പഠിക്കുന്നത് പാർട്സ് ഓഫ് ഷിപ്പ്. ഷിപ്പിന്റെ പാർട്സ് എന്തൊക്കെയെന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ ഷിപ്പിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഷിപ്പിന്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഷിപ്പിന്റെ ഒരു കമാൻഡിങ് സ്റ്റേഷനാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നോക്കിക്കേ, അറ്റ് ടൈംസ് റെഫേർഡ് ടു അസ് എ നാവിഗേഷൻ ബ്രിഡ്ജ്. ഷിപ്പിനെ നാവിഗേഷൻ ചെയ്യുന്ന, ഷിപ്പിന്റെ മൂവ്മെന്റ് സാധ്യമാക്കുന്ന തരത്തിലുള്ള കൺട്രോളിങ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിഡ്ജ് റെപ്രസെന്റ് ചെയ്യുന്നത് ഷിപ്പിന്റെ ഒരു കമാൻഡിങ് സ്റ്റേഷൻ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിപ്പിന്റെ ഒരു ഹൃദയമാണ്. നമുക്ക് എന്താണ്? ഷിപ്പിന്റെ നാവിഗേഷനുമായി ബന്ധപ്പെട്ട എല്ലാ എക്യുപ്മെന്റ്സും ഒക്കെ എന്താണ്? ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോള് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? ദ ഷിപ്പ് ബ്രിഡ്ജ് കൺട്രോൾ മെയിൻ എഞ്ചിൻ, വൈറ്റൽ ഡെക്ക് മിഷനറി ആൻഡ് നാവിഗേഷൻ സിസ്റ്റം ഓഫ് കാർഗോ ഷിപ്പ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാർഗോ ഷിപ്പായാലും മറ്റുള്ള ഏത് ഷിപ്പായാലും അതിന്റെ നാവിഗേഷൻസ് സാധ്യമാക്കുന്നത് ബ്രിഡ്ജ് വഴിയാണ്. ഇനിയുള്ളത് ആങ്കർ. എന്താണ് ആങ്കർ? ആങ്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതാണ്ട് ഇവിടെ ഒരു പിക്ചർ കാണാൻ പറ്റും. ഇതാണ് കറക്റ്റ് ആങ്കർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ചില പയ്യന്മാരുടെ ടീഷർട്ട്, കമ്മല്, അതിലൊക്കെ ഇങ്ങനെ ഒരു സൈന് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരു സൈൻ. അപ്പൊ ഇതാണ് ആങ്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷിപ്പ് വരയണം, ഷിപ്പ് പോർട്ടിലോട്ട് വരയണം. അപ്പൊ ഷിപ്പ് പോർട്ടിലോട്ട് വരുമ്പോൾ അവിടെ വേറെ ഷിപ്പ് കിടക്കുകയാണെങ്കിൽ നമുക്ക് പോർട്ടിലോട്ട് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അടുപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഷിപ്പ് നമ്മൾ കടലിൽ തന്നെ പിടിച്ചിടണം. ഈ കടലിൽ തന്നെ പിടിച്ചിടുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഷിപ്പ് ഓഫ് ചെയ്ത് നമുക്ക് നിർത്താം. അങ്ങനെ നിർത്തിയാലും കടലിനൊരു ഒഴുക്കുണ്ട്. അതനുസരിച്ച് ഷിപ്പ് ചെറിയ രീതിയിൽ മൂവ് ആയാൽ പോലും ഒന്നുകിൽ മറ്റുള്ള ഷിപ്പിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ എന്താണ് മാറിപ്പോവുകയോ ചെയ്യാം. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആങ്കറിങ് ചെയ്യുന്നത്. ഷിപ്പ് കടലിൽ പിടിച്ചിടാനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ കാണുന്ന പിക്ചറിലുള്ള ചങ്ങലയൊന്നുമല്ല, അത്യാവശ്യം വലിയ ചങ്ങലയായിരിക്കും. ഷിപ്പിൽ നിന്ന് ഈ ചങ്ങല റിലീസ് ചെയ്യും. അപ്പൊ ഈ ആങ്കർ കടലിന്റെ തട്ടിലോട്ട് പോയി വീഴും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഷിപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് എന്ത് ചെയ്യുന്നത്? നിർത്തുന്നത്. ഇപ്പൊ ഏത് ഷിപ്പ് എടുത്താലും ഒരു മാപ്പ് കാണും. അതിൽ ഇപ്പം ഇതിപ്പോ വലിയൊരു ഷിപ്പാണ്, അതിലിങ്ങനെ ആങ്കറിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് കാണും. ആങ്കർ ഏരിയ എന്നൊക്കെ പറഞ്ഞ് കാണും. ആ സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇത് റിലീസ് ചെയ്ത് വിടാവൂ. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു ചെറിയൊരു പ്രോസസ് അല്ല. ചിലപ്പം മറ്റേതെങ്കിലും ഷിപ്പും ഇതുപോലെ ആങ്കർ ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതും നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെവി മെറ്റൽ പീസാണ്, അറ്റാച്ച്ഡ് ഇൻ ചെയിൻ ഓഫ് കേബിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് എന്താ ചെയ്യുന്നത്? അത് നമ്മൾ ഷിപ്പിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചു നേരം പിടിച്ചിടാൻ പറ്റും. ഇവിടെ അതിന്റെ ഫംഗ്ഷനിൽ പറയുന്നുണ്ട്, while most ship move from port to port, many have to wait outside ബർത്തിൽ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ഷിപ്പൊക്കെ അവിടെ ഉണ്ട്, കുറച്ച് സമയം എടുക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആങ്കർ റിലീസ് ചെയ്ത് ഷിപ്പിനെ കൺട്രോൾ ചെയ്ത് നിർത്തണം. ഇനി അടുത്തുള്ള ബോ എന്ന് പറയുന്ന ഷിപ്പിന്റെ ഏറ്റവും ഫ്രണ്ട് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? വളരെ എളുപ്പത്തിൽ ഷിപ്പിന് മൂവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും? പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ വെള്ളത്തിന്റെ ശക്തിയൊക്കെ കൂടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റൻസ് ഒക്കെ വളരെ കുറവായിട്ട് നമുക്ക് മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ ഷിപ്പിന്റെ ഒരു മുൻവശത്തെ നമുക്ക് എന്ത് പറയാം? ബോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം, അല്ലേ? നമ്മളിപ്പോ വെള്ളം നമ്മുടെ ദേഹത്തോട്ട് വരികയാണ്. അപ്പൊ നമ്മൾ നേരെ നിന്നാൽ എന്താണ്? അത് പ്രതിരോധം കൂടുതലാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴുകുന്ന രീതിയിലോട്ട് ഷിപ്പിന്റെ ആകൃതി കണ്ടില്ലേ? അപ്പൊ അത് വളരെ പെട്ടെന്ന് അതിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഷിപ്പിന്റെ ഈ സൈഡിനെയൊക്കെയാണ് നമ്മൾ ഡെക്ക് എന്ന് പറയുന്നത്. അത് ചില ഷിപ്പിൽ ഒരു ഡെക്ക് ആയിരിക്കും, ചില 1, 2, 3 തട്ടുള്ള ഷിപ്പൊക്കെ ആണെങ്കിൽ ഡെക്ക് 1, ഡെക്ക് 2, ഡെക്ക് 3 അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? പല പല ഡെക്ക് കാണും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഡെക്ക് ഇസ് എ ഫ്ലോർ. ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലോർ ആണ്. ഷിപ്പിന്റെ സ്ട്രക്ചറിനെ കവർ ചെയ്യുന്ന ഒരു ഫ്ലോറിനെയാണ് നമ്മൾ സൈഡ് എന്നൊക്കെ പറയും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെക്ക് എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്ത് ചെയ്യാം? നിൽക്കുകയൊക്കെ ചെയ്യാം, നമുക്കിവിടെ നിൽക്കാം. പിന്നെ ബാക്കിയുള്ള ജോബൊക്കെ ആളുകൾക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ഷിപ്പിന്റെ
പെയിന്റിങ് വർക്കുകൾ, ക്ലീനിങ് വർക്കുകൾ, ഇതൊക്കെ നമുക്ക് സൈഡിലൊക്കെ ഇവിടെ നിന്ന് ഈ സ്ഥലത്തിനെയൊക്കെയാണ് ഡെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് ഷിപ്പ് ഹൾ. ഷിപ്പ് ഹൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പിക്ചറിൽ കാണാനായിട്ട് പറ്റും. ഷിപ്പിന്റെ അടിത്തട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷിപ്പ് ഹൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് വാട്ടറിൽ എന്ന് നമുക്കറിയാം ഉപ്പുവെള്ളമാണ് അല്ലേ. കടൽ വാട്ടർ എന്ന് പറഞ്ഞാൽ സാൾട്ടിന്റെ കണ്ടന്റ് ഉള്ള ആ വാട്ടറാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഷിപ്പിനെ സംരക്ഷിക്കുന്നതാണ്. ഷിപ്പിന്റെ അടിത്തട്ടാണ് നമ്മൾ ഷിപ്പ് ഹൾ എന്ന് പറയുന്നത്. നല്ല സ്റ്റീല് ഉരുക്കുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, അതിന് വേറെ തകരാറുകളൊന്നും വരാറില്ല. ഷിപ്പിന്റെ അടിത്തട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ അടിത്തട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നമുക്കിതിനെ നല്ലൊരു അടിത്തട്ടിലുള്ള ഒരു ഷെല്ലാന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷിപ്സ് ഹള്ളിനെ നമുക്ക് എന്ത് ചെയ്യാം, വിലയിരുത്താം. പിന്നെ കീൽ. കീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വള്ളമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. വള്ളമൊക്കെ കാണുമ്പം അതിന്റെ ഏറ്റവും നടുക്കുള്ള വശം നല്ല കൂർത്ത് താഴോട്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ കീൽ എന്ന് പറയുന്നത്. ഇത് എന്തിനങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷിപ്പിന്റെ ബാലൻസിന് വേണ്ടിയിട്ടാണ് അല്ലേ. വള്ളമൊക്കെ നല്ല ബാലൻസ് ചെയ്ത് നിൽക്കാനാണ് അടിഭാഗം നല്ല കൂർത്ത് താഴോട്ട് വരുന്നത്. മനസ്സിലായില്ല, അത് കൂടുതലും ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എ കീൽ ഈസ് എ പാർട്ട് ഓഫ് ഷിപ്പ് ഹൾ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സ്ട്രെങ്ത് ടു ഷിപ്പ് സ്ട്രക്ചർ. കണ്ടോ, ഷിപ്പ് സ്ട്രക്ചറിന് ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൾ എന്ന് പറയുന്നത്. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് നടുക്ക് എന്ത് ചെയ്യുന്നു, താഴോട്ടിരിക്കും. മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൾ എന്ന് പറയുന്നത്. ഹള്ളല്ല, കീൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഹെൽപ്പ് സ്റ്റെബിലൈസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഷിപ്പിനെ നല്ല ബാലൻസ് ചെയ്ത് നിർത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീൽ ഉപയോഗിക്കുന്നത്. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വെള്ളത്തിന് അടിയിൽ കിടക്കുന്ന സ്ഥലം, അതിനും മുകളിലത്തെ ഡെക്കിനും ഇടയിലായിട്ട് കുറച്ച് ഫ്രീ ബോർഡ് ഉണ്ട്, കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട്, ഫ്രീ ബോർഡ്. അപ്പോൾ അതാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എ ഫ്രീ ബോർഡ് സ്റ്റാൻഡ് ഫോർ ദി പാർട്ട് ഓഫ് ഷിപ്പ് ഹൾ ലൊക്കേറ്റഡ് എബോവ് ദി വാട്ടർ ലൈൻ. വാട്ടർ ലൈനിന് മുകളിൽ വരുന്ന സ്പേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ബോർഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അപ്പർ ഡെക്കിന്റെയും പിന്നെന്താണ് വാട്ടർ ലൈനിന്റെയും ഇടയിലുള്ള സ്പേസ് ആണ്. മനസ്സിലായോ. അപ്പൊ അതിനാണ് എന്ത് ചെയ്യുന്നത്, ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്രീ ബോർഡിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് പാർട്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇതും ഷിപ്പിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഷിപ്പ് സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുങ്ങുന്നതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ അവോയ്ഡ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ഫ്രീ ബോർഡ് ഉള്ളതുകൊണ്ടാണ്. ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കുക. എൻജിൻ റൂം നമുക്കറിയാം. എൻജിൻ റൂം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലേ. ഇതെവിടെ നോക്കിയേ, എൻജിൻ റൂം ഈസ് പവർ ഹൗസ്. ഷിപ്പിന്റെ എന്താണ്, ഒരു പവർ ഹൗസ് എന്ന് എന്ത് ചെയ്യും, ഇതിനെ പറയാം. ഈസ് ദ പവർ ഹൗസ് ഓഫ് ദി ഷിപ്പ് ലൊക്കേറ്റഡ് അറ്റ് ദി ലോവസ്റ്റ് മോസ്റ്റ് ഡെക്ക് ഓൺ എന്തോ ഒരു സ്പെല്ലർ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഷിപ്പിന്റെ ഒരു പവർ ഹൗസ് എന്ന് പറയുന്നതാണ് ഏത്, എൻജിൻ റൂം. ഇത് കണ്ടെയ്ൻ ഇമ്പോർട്ടന്റ് മിഷനറി സച്ച് ആസ് മെയിൻ എൻജിൻ, ആക്സിലറി എൻജിൻ, പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ഷാഫ്റ്റിംഗ്, ബോയിലർ, ഫ്രഷ് വാട്ടർ ജനറേറ്റർ, എയർ കംപ്രസർ, പമ്പ്, പ്യൂരിഫയർ, വർക്ക്ഷോപ്പ് മിഷനറീസ്, ഇതെല്ലാം വരുന്നതാണ് ഏത്, എൻജിൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, എൻജിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഒരു കീ റോളാണ്, ഷിപ്പിന്റെ ഒരു കീ റോളാണ് ഏത്, എൻജിൻ റൂം എന്ന് പറയുന്നത് കേട്ടോ. ഫണൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഈ ഷിപ്പിൽ നിന്നുള്ള ഗ്യാസസ് ഒക്കെ പുറത്തു പോകുന്നത്, എൻജിൻ പ്രവർത്തിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിൽ റിലീസാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഫണൽ. നമ്മളിതിനെ വീടൊക്കെ വയ്ക്കുമ്പോൾ നമ്മളിതിനെ ചിമ്മിനി എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അറിയായിരിക്കും, ചിമ്മിനി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഷിപ്പിന്റെ ചിമ്മിനിയാണ് ഇവിടെ അത് പറയുന്നുണ്ട്, ചിമ്മിനി ഓഫ് ദി ഷിപ്പ്. ഷിപ്പിന്റെ ചിമ്മിനിയാണ് എന്ത് ചെയ്യുന്നത്, ഫണൽ എന്ന് പറയുന്നത്. എക്സോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു, പുറത്ത് വിടാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഏത്, ഷിപ്പിനെ സഹായിക്കുന്നതാണ് ഫണൽ. പിന്നെ അടുത്ത് പറയുന്നത് ഫോർകാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വരുന്നൊരു സാധനമാണ് ഫോർകാസ്റ്റിൽ എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്താ പറയുന്നത്, ഫോർകാസ്റ്റിൽ ഇസ് ദ ഫോർമോസ്റ്റ് പാർട്ട് ഓഫ് ദി ഷിപ്പ്. ഇറ്റ് അക്കൗണ്ട്സ് ദി ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ഷിപ്പ് അപ്പർ ഡെക്ക് നോട്ട് മോർ ദാൻ 7% ഓഫ് ടോട്ടൽ ഡെക്ക് ലെന്ത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫോർകാസ്റ്റിൽ നമുക്ക് കുറേ നെസസറി എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സ്പേസിനാണ് നമ്മൾ ഫോർകാസ്റ്റിൽ എന്ന് പറയുന്നത്.
നെസസറി എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കീപ്പ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ ആങ്കറിങ് ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഷിപ്പിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന, കടലിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആങ്കറിങ് ഓപ്ഷൻ, അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഇവിടെയാണ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഇനി അടുത്ത് പറയുന്നത് പ്രൊപ്പല്ലർ. പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ഫാന് പോലെ ഇരിക്കുന്നതാണ്. 3 ബ്ലൈഡ് കാണും, ചിലതിലൊക്കെ 6 ബ്ലൈഡ് കാണും. ഷിപ്പ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, ഫോർവേഡും ബാക്ക്വേർഡുള്ള മോഷനൊക്കെ സഹായിക്കുന്നത്, മൂവ്മെന്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഏത്, പ്രൊപ്പല്ലർ എന്ന് പറയുന്നത്. ജലത്തിന്റെ ഒരു തടസ്സമൊക്കെ ഒഴിവാക്കി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാനൊക്കെ ഷിപ്പിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നതാണ് ഏത്, ആ പ്രൊപ്പല്ലർ എന്ന് പറയുന്നത്. പ്രൊപ്പല്ലർ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഫാന് പോലെ ഇരിക്കും കേട്ടോ, ഫാന് പോലെ ഇരിക്കും. പിന്നെ എന്താണ്, ആ ബ്ലൈഡ്, അതിൽ ബ്ലൈഡ് ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷിപ്പിന്റെ മൂവ്മെന്റ് ഉണ്ടോ, ഫോർവേഡ് മോഷനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് പ്രൊപ്പല്ലർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ അടുത്ത് റഡർ. അത് നോക്കിയാൽ റഡർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റഡർ നമ്മൾ റൂഡർ. അപ്പൊ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പല്ലർ ഈസ് ദ പാർട്ട് ഓഫ് ദി ഷിപ്പ്. ഇതാ ഇവിടെ പ്രൊപ്പല്ലറിന് ഫ്രണ്ടിലായിട്ടാണ് ഈ റഡർ വരുന്നത്. പ്രൊപ്പല്ലറിന് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റഡർ വരുന്നത്. ഇവിടെ ഇത് പ്രൊപ്പല്ലർ എങ്കിൽ ഇത് റഡർ ആണ്. മനസ്സിലായോ? അപ്പോ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, ഈ റഡർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഈ ഷിപ്പിന്റെ ഈ സൈഡിലോട്ടുള്ള മോഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതായത് ഷിപ്പിന്റെ സ്റ്റിയറിംഗ് എന്ന് നമ്മൾ പറയില്ലേ, സ്റ്റിയറിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്, ഈ റഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എ പ്രൊപ്പല്ലർ ഈസ് ദ പാർട്ട് ഓഫ് ദി ഷിപ്പ് ദാറ്റ് പ്രൊപ്പൽസ്, ദെൻ ദ റഡർ ഈസ് വൺ ഓഫ് ദാറ്റ് ഇറ്റ് മേക്ക് ഇറ്റ് സ്റ്റിയർ. കണ്ടോ, നമുക്ക് ഷിപ്പിനെ തിരിക്കാനും സൈഡിലോട്ടൊക്കെ പോകാനും സൈഡിലോട്ടൊക്കെ മൂവ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഏത് നമ്മൾ ഈ റഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റഡർ എന്ന് പറഞ്ഞാൽ റഡർ ഈസ് ദ പാർട്ട് ഓഫ് ദി ഷിപ്പ് ദാറ്റ് മേക്ക് ഇറ്റ് സ്റ്റിയർ ആയിട്ട് നിൽക്കും. നമുക്ക് വളയ്ക്കാനും തിരിക്കാനൊക്കെ സൈഡിലോട്ട് മൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഇത് ന്യൂട്ടന്റെ തേർഡ് ലോ ഇല്ലേ, എവറി ആക്ഷൻ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ആ നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ് ഇത് റഡർ. നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ സഹായിക്കുന്ന പ്രൊപ്പല്ലറും നമുക്ക് അതിനെ സ്റ്റിയറിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്ന റഡറുമാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് പറയുന്നത് മാസ്റ്റ്. മാസ്റ്റ് എന്ന് പറഞ്ഞത് വേണ്ട, ഇങ്ങനെ ഈ പൊങ്ങി നിൽക്കുന്ന ഈ ടോപ്പിലത്തെ ഒരു സ്പേസിനെയാണ് നമ്മൾ മാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ മറ്റേ റഡാറ്, നാവിഗേഷൻ ലൈറ്റ്, ഷിപ്പിന്റെ ഹോണ്, ഫ്ലാഗ്, ഇതൊക്കെ നമ്മൾ വയ്ക്കുന്നത് എവിടെയാണ്, ഈ പറയുന്ന മാസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിപ്പിന്റെ പാർട്സ് എന്ന് പറയാനായിട്ടുള്ളത്. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക.